തിരുവനന്തപുരം SITയിലെ ആശുപത്രിയിൽ ഇരുട്ടിലാകാൻ കാരണത്തിൽ പരസ്പരം പഴിചാരുകയാണ് ഇലക്ട്രിക്കൽ വിഭാഗവും ഒപ്പം KSEBയും. അന്വേഷണത്തിന് എന്തായാലും ആരോഗ്യമന്ത്രി ഉത്തരവിട്ടിട്ടുണ്ട്. SIT ആശുപത്രിയിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും അത്യാഹിത വിഭാഗം പ്രവർത്തിക്കുന്ന ബ്ലോക്കിലാണ് വൈദ്യുതി പ്രതിസന്ധി ഉണ്ടായത്. രാത്രി വൈകിയും വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ വൈകിയതോടെ രോഗികളുടെയും കൂട്ടിരിപ്പുകാരുടെയും പ്രതിഷേധം ആശുപത്രിക്കകത്തും പുറത്തുമായി ഉയർന്നു. ആശുപത്രിയിലേക്ക് വൈദ്യുതി എത്തുന്ന ട്രാൻസ്ഫോമറിലെ തകരാറിന് പിന്നാലെ ജനറേറ്ററും കേടായതാണ് പ്രതിസന്ധിക്ക് കാരണമായത്. ടോർച്ചിന്റെയും മെഴുകുതിരി വെട്ടത്തിന്റെയും വെളിച്ചത്തിലാണ് ആശുപത്രി പ്രവർത്തിച്ചത്. അത്യാഹിത വിഭാഗത്തിൽ വൈദ്യുതി ഇല്ലാതായതോടെ രോഗികൾ കടുത്ത ദുരിതത്തിലാവുകയും ചെയ്തു. ഒടുവിൽ സംഭവം ആരോഗ്യമന്ത്രി വൈദ്യുതി മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു. ആശുപത്രിയിലേക്ക് വൈദ്യുതി എത്തിക്കുന്നതിന്റെ ചുമതല നിലവിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ ഇലക്ട്രിക്കൽ വിഭാഗത്തിനാണ്. മണിക്കൂറുകൾക്കകം പ്രതിഷേധം കനത്തതോടെ താൽക്കാലിക ജനറേറ്റർ എത്തിച്ചാണ് വൈദ്യുതി തകരാർ പരിഹരിച്ചത്. വൈദ്യുതി മുടങ്ങിയ സംഭവത്തിൽ ആരോഗ്യമന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ടു. ആശുപത്രി സന്ദർശിച്ച് സമഗ്ര സാങ്കേതിക സമിതി അന്വേഷണം നടത്തുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. നമുക്ക് ബാക്കപ്പ് സപ്പോർട്ട് ഉണ്ട്. ആ ബാക്കപ്പ് സപ്പോർട്ടിൽ 2 തവണ ഫെയിലിയർ ഉണ്ടാവുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. ആദ്യം ഒരു ഫെയിലിയർ ഉണ്ടായി, അത് ശരിയായപ്പോൾ വീണ്ടും ഫെയിലിയർ ഉണ്ടായി. അത് വേറൊരു കാര്യം. ആദ്യത്തെ ഒരു ശരിയാക്കിയപ്പോൾ സർക്യൂട്ട് ബ്രേക്കറിൽ അത് ശരിയാക്കിയപ്പോൾ LT പാനൽ ഡാമേജ് ആയിട്ടുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ അത് തീർച്ചയായിട്ടും അന്വേഷിക്കും. വിഷയത്തിൽ ബാലാവകാശ കമ്മീഷനും സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. ആശുപത്രി വളപ്പിൽ BJP കോൺഗ്രസ് പ്രവർത്തകർ മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധിക്കുകയും ചെയ്തു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.